കീറിയ ഫ്ലെക്സ് ബോർഡുകളുള്ള വാഹനവുമായി തൊടുപുഴയിൽ UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന്റെ പ്രചരണം. ഇന്നലെ രാത്രിയിൽ പ്രചരണ വാഹനത്തിന് ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചിരുന്നു. ദൃശ്യങ്ങളിലെ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. രാഹുൽ, ഇതൊരു പ്രതിഷേധം കൂടിയാകുന്നു. വിവരങ്ങൾ. സുഹേല, തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയിലാണ് പ്രചരണം അവസാനിപ്പിച്ച് UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന്റെ വാഹനം ഒരു വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് കുറച്ചധികം ആളുകൾ എത്തി അതിന്റെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം വലിച്ചു കീറിയത്. അത് LDF പ്രവർത്തകരാണ് എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. CPM-ന്റെ പ്രവർത്തകരുണ്ടായിരുന്നു, DYFIയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അവർ അത് വലിച്ചു കീറുകയും പിന്നീട് അവിടെ ബഹളം വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് UDF-ന്റെ ആരോപണം. ഇന്നലെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ വലിയ പ്രതിഷേധവും രാത്രിയിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന നടപടിയും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ ഫ്ലെക്സുകൾ കീറിയ ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് UDF പ്രവർത്തകർ പോലീസിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതുവരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സൂചകമെന്നോണം ഈ കീറിയ ഫ്ലെക്സ് ബോർഡുകളുള്ള വാഹനവുമായി പ്രചരണം നടത്തുന്നത്. ഇന്നലെ ഇലക്ഷൻ കമ്മീഷന്റെ പരിശോധനയിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കാതെ പ്രിന്റ് ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അത് UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. എന്നാൽ LDF-ഉം NDA-യും ആരോപിച്ചത് UDF-ന്റെ ഫ്ലെക്സ് ബോർഡുകൾ പിടിച്ചെടുത്തില്ല എന്നതായിരുന്നു. അതിന് പിന്നാലെ ഉണ്ടായ വാക്കുതർക്കമാണ് ഇന്നലെ ഈ ഫ്ലെക്സുകളെല്ലാം കീറാൻ, ഈ അബു ജോൺ ജോസഫിന്റെ വാഹനത്തിന്റെ ഫ്ലെക്സുകൾ കീറാൻ കാരണമായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കീറിയ ഫ്ലെക്സുകളുമായിട്ട് പ്രചരണം മുന്നോട്ട് പോകും. ആളുകൾ ഇതറിയട്ടെ, എന്തിനാണ് ഇത്തരത്തിലുള്ള അക്രമം ഏകപക്ഷീയമായി കാണിക്കുന്നത് എന്നുള്ളതാണ് UDF പ്രവർത്തകർ ഒന്നാകെ ചോദിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് UDF പ്രവർത്തകർ തൊടുപുഴയിൽ പറയുകയും ചെയ്യുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കെട്ടിപ്പൊക്കിയ ഫ്ലെക്സും ഒരു പ്രചരണായുധമാണ്, അത് കീറിയാൽ അതും ഒരു പ്രചരണായുധമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.